അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് കൂട്ടം പുറത്തുണ്ട്. ഇതാ നോമ്പെടുത്തിതാ വാങ്ങി കൊടുക്കാൻ ടൈം ആവാനായി. നിങ്ങൾ സേവക്കുട്ടി ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ഉമ്മ ഉണ്ട്. ഉമ്മ ഇതാ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് പറയാട്ടാ. സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, ചെറിയ ചെറിയ രീതിയിലുള്ള കുഞ്ഞു നോമ്പ് പറയാണ്. എല്ലാവരും ഇവിടെ ഇരുന്നേ, വേഗം വാ. ഇവിടെ വാ. സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. റിച്ചു പുറത്തുണ്ട്. ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ ഉമ്മ പരിപ്പോട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അല്ലറച്ചില്ല ചെറിയ കടികൾ, പിന്നെ നട്ട്സ് അങ്ങനെയുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞാൻ ജോലിക്ക് പോയിട്ട് ലേറ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ ഇതാ ഫേവറേറ്റ് എപ്പോഴും വേണ്ടതാണ് ഈ ബത്തക്ക ജ്യൂസ് കേട്ടോ. ബത്തക്ക നന്നാറി ഇട്ട് ജ്യൂസ് അടിച്ചതാണ്. കടികൾ ആർക്കും വേണ്ടാന്ന് ഉമ്മാൻ്റെ അഭിപ്രായം കേട്ടില്ലേ ആർക്കും. പിന്നെ നമ്മളെ ഇത് ലൈമില്ലാത്ത നോമ്പോറിയില്ല കേട്ടോ. നന്നാറി ഇട്ടിട്ട് ഇത് മസ്റ്റാണ്. നെയ്യ് അപ്പോൾ ഓയിൽ കടി ആർക്കും വേണ്ട, ഉമ്മക്ക് തീരെ വേണ്ട. ഉമ്മ പറയുന്ന കേട്ടില്ലേ ഇരുടല്ലിടാം. ഇതാ പാല് വെച്ച് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കുറച്ച് കൂടുതലായ വേണ്ട എണ്ണക്കടികളൊന്നും ഉമ്മാട് കഴിക്കണ്ട, നോമ്പിന് കഴിക്കണ്ട. പറയുമ്പോ ചായ ആയാ നോമ്പ് തുറക്കാം. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നോമ്പോർ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. രണ്ടാളും ഓക്കെയാണ്. ജെയിമ് റിച്ച് നോമ്പ് എടുത്ത് ആൾ ടയേർഡായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്നും അവർ എന്താ പറയുക, അവർ ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് അടിച്ച് പൊളിച്ച് അവരെടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല, അവരങ്ങനെയൊന്നും കഴിക്കാറില്ല. എന്തോ സമാധാനമായി. കാരണം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ജോലിക്ക് പോയ സമയത്ത് മോളെ എന്താണെന്ന്. പിന്നെ റിച്ച് പ്രശ്നമില്ല, എന്താ മുറിക്കോ പകുതി വരെ എടുക്കുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ ഇല്ല, അൽഹംദുലില്ലാ രണ്ടാൾ ഫുള്ളാക്കി കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ ഇന്ന് പിന്നെ ഇവരെ പപ്പ ഇല്ല കേട്ടോ, അവർ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മ ഒന്ന് ചെറിയ കടി ഉണ്ടാക്കി. പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പം 1-2 കടി സ്നാക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ അടുത്ത് തന്നെ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ അത് എഴുതി തന്നെ വാങ്ങി കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ ജ്യൂസും ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് എല്ലാം ആയിട്ട് ഇന്നത്തെ നോമ്പ് അങ്ങനെ അടിപൊളി ഉഷാറായിട്ട് പോയാട്ടോ. പിന്നെ വരുമ്പോഴേക്കും ഉമ്മ ഫ്രൂട്ട്സ് മുറിച്ചിട്ടു, പിന്നെ ജ്യൂസാക്കി, മക്കൾ ലൈമാക്കി, എല്ലാം സെറ്റാക്കി. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പ്രതീക്ഷയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ പുതിയ മാസം, ഈ റമദാൻ മാസം എല്ലാവർക്കും സമാധാനം, സന്തോഷം, ഐശ്വര്യം എല്ലാം നിറഞ്ഞതാവട്ടെ. ഇന്നത്തെ നോമ്പ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നാളെ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.